ഒരൊറ്റ മിനിറ്റ് വരുന്നുണ്ട് കേട്ടോ. മിനിറ്റ്, ഞാനിപ്പോ ഇതാണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുവാണെങ്കിൽ ഞാൻ പറയാണ്ട് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഞാൻ ഒരു മുസ്ലിം കുട്ടിയാണെന്ന്. അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് എനിക്ക് എന്താ വല്ല ഓസ്കാർ കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ അവരെന്റെ ചെലവ് വഹിക്കുവോ? പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ അറിവില്ലായ്മയാണോ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നത്? അതല്ലെങ്കിൽ കുറച്ച് ആളുകളെ രസിപ്പിക്കാനും സുഖിപ്പിക്കാനും ഒക്കെ വേണ്ടിയാണോ ഇത്തരം വാക്കുകളൊക്കെ നിങ്ങൾ പൊതുസമൂഹത്തിൽ വന്ന് സംസാരിക്കുന്നത്? കേവലം ഈ ലോകത്ത് കിട്ടുന്ന ഓസ്കാർ അവാർഡിന് വേണ്ടിയാണോ പരിശുദ്ധ ഇസ്ലാം അനുസരിക്കുന്ന ഒരു പെണ്ണ് തൻ്റെ തലയിലേക്ക് തട്ടമെടുത്തിടുന്നത്? 10 പേരെ ഞാൻ മുസ്ലിമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ തട്ടമെടുത്ത് തലയിലേക്ക് ഇടുന്നത്? അല്ലെങ്കിൽ ഞാൻ തട്ടമിടുന്നത് കൊണ്ട് എനിക്കുള്ള ചെലവിനുള്ള പണം മറ്റുള്ളവർ തരുമെന്ന പ്രതീക്ഷയോടുകൂടിയാണോ ധരിക്കുന്നത്? ഇതൊന്നുമല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അനശ്വരമായൊരു പാരത്രിക ലോകമുണ്ട്. അവിടെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ വിജയിക്കണമെന്ന പ്രതീക്ഷയാണ് ഏതൊരു മുസ്ലിം പെണ്ണിനും ഇത് തലയിലേക്ക് ധരിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഏറ്റവും വലിയ റിസൾട്ട് എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊരു മുസ്ലിം കുട്ടിയാണ് എന്ന് വെച്ചിട്ട് മതത്തിന്റെ പേരിൽ മനുഷ്യരുണ്ടാക്കിയ ചട്ടക്കൂടിന്റെ ഉള്ളിൽ വേർപ്പ് മുട്ടിയിരിക്കാൻ എന്നെ കിട്ടൂല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യും, അല്ലാത്തത് ഞാൻ തള്ളിക്കളയും. അതെന്റെ ഇഷ്ടം. അത് ശരി, നിങ്ങളാരും അറിഞ്ഞില്ല? എന്നിട്ട് ഒരു മുസ്ലിം പെണ്ണ് തലയിലേക്ക് തട്ടമിടുക എന്നുള്ളത് മനുഷ്യരുണ്ടാക്കിയ ചട്ടക്കൂടാണ്. കുറച്ചാളുകൾ തീരുമാനിച്ചിട്ട് അത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ പൊന്ന് സഹോദരി, പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചതാണ്, അല്ലാതെ മനുഷ്യരുണ്ടാക്കിയ ചട്ടക്കൂടല്ല. ഞാൻ നിസ്കരിക്കുകയും ഓദ്യം ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിലൂടെ എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്, ഒരു സമാധാനം കിട്ടുന്നുണ്ട്. സോ ഞാൻ അത് ഫോളോ ചെയ്യുന്നു. അല്ലാണ്ട് തട്ടോ ഇട്ട് വേണ്ട ഇങ്ങനെ മുടിയും കാണിക്കാണ്ട് മൂടി പുറത്ത് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൂടല്ലാണ്ട് വേറെ ഒരു തേങ്ങയും കിട്ടുന്നില്ല. ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഖുർആനിലൂടെ തന്നെയാണ് അല്ലാഹു തആല ഈ തട്ടമിട്ട് നടക്കാനും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സൃഷ്ടാവാകുന്ന റബ്ബിൻ്റെ വാക്കിനൊരു പോസിറ്റിവിറ്റിയും കാണുന്നില്ലെന്നാണോ നിങ്ങളുടെ വാക്കിൽ നിന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്നത്? എന്തൊരു പരിഹാസത്തോടെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളെയൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ തേച്ചുടയ്ക്കാൻ നിങ്ങളൊക്കെ ശ്രമിക്കുന്നത്. എവിടം വരെ പറയാനാണ് സഹോദരി? എന്ത് രസമല്ലേ പരിഹസിക്കാൻ? എത്രത്തോളം പരിഹസിക്കാൻ പറ്റുമോ പരിഹസിച്ചോ. സൃഷ്ടാവാകുന്ന റബ്ബ് നാളെ ഒരു കാണുന്ന സമയമുണ്ട് എന്നൊരു ഓർമ്മ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. തലയിലേക്ക് തട്ടമിടുമ്പോൾ എന്ത് ചൂടെന്ന്. ഈ ചൂടാണോ ചൂട്? സൃഷ്ടാവ് നൽകിയ കൽപ്പനകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സൃഷ്ടാവിൻ്റെ വാക്കുകൾക്ക് സംതൃപ്തി കാണുന്നവരാണ് യഥാർത്ഥവരായ വിശ്വാസികളെന്ന് പറയുന്നത്. അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് തട്ടമിട്ട് നടക്കുക, നല്ല രീതിയിൽ ഇസ്ലാമിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളതൊക്കെ. ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ലോകം തുടങ്ങും. ആ ലോകം നല്ല രീതിയിൽ പാകപ്പെടുത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ടാണ് ഞാനും നിങ്ങളും ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചത്. വീണ്ടും കാണാം.